വളരെ അത്ഭുതകരമായിട്ട് നോർമലി ഇനി നെക്സ്റ്റ് ഒരു PSC MO എഴുതാനുള്ള അവസരം എനിക്ക് ഉണ്ടാകുമോ എന്ന് തന്നെ സംശയിച്ചിരുന്ന സമയത്ത് എൻ്റെ സ്പെഷ്യലൈസേഷൻ ഞാൻ ചെയ്ത MD സ്പെഷ്യലൈസേഷൻ വിഭാഗത്തിൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് ഒരു വേക്കൻസിയിലേക്ക് PSC വിളിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെക്കാളും മിടുക്കരായ എത്രയോ പേരുണ്ട്, ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷേ മാതാവേ, അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ശ്രമിച്ചു. രാവിലെ ഓൾമോസ്റ്റ് 7-7:30 ആകുമ്പം നമ്മുടെ ജോലി സ്ഥാപനത്തിലെത്തണം. വൈകുന്നേരം 7 മണിയൊക്കെ ആവും ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ. അതിൻ്റെ ഇടയിൽ യാത്ര, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിരുന്നുകൊണ്ട് എറണാകുളത്തേക്കുള്ള യാത്ര, പഠനത്തിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ വളരെ ആഗ്രഹത്തോടുകൂടി ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ പറഞ്ഞു, മോളെ നീ ഇത്രയും ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് പറയുകയാണ്, നിനക്ക് ഞാനപ്പോൾ 2 ആഴ്ച ഒരു ലീവ് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഈ 2 ആഴ്ചയൊന്നും പഠിച്ചിട്ടൊന്നും കിട്ടത്തില്ല, ആളുകൾ 1 വർഷമൊക്കെ ഇരുന്ന് പഠിക്കുന്നതാണ്, നീ പിന്നീട് നിരാശപ്പെടരുത്, വിഷമിക്കരുത്, അതുകൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വിഷമം തോന്നി. എനിക്ക് അത്ര ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ ഞാൻ ഉടനെ ഇവിടെ മാതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്നു. അവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായവുമൊക്കെ നേടി പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. ആ സമയത്ത് എനിക്ക് മുന്നേ കോവിഡ് വന്നതുകൊണ്ട് കണ്ണിൻ്റെ ഒരു പ്രശ്നം കാരണം എനിക്ക് അധികം നേരം സ്ട്രെയിൻ ചെയ്ത് വായിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ആ ബ്ലെസ്സിങ് പരീക്ഷയ്ക്ക് വേണ്ടി ബ്ലെസ്സിങ് കിട്ടിയതോടുകൂടി എനിക്ക് വായിക്കാനൊക്കെ പറ്റുകയും ഓൾമോസ്റ്റ് 5 days എനിക്ക് ലീവ് സാങ്ഷനായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ 5 ദിവസത്തെ 5 അപ്പത്തെ 5000 ആക്കി മാറ്റിയ അമ്മയുടെ തിരുക്കുമാരനോട് പറഞ്ഞ് ഈ 5 ദിവസത്തെ 5000 മണിക്കൂറുകളാക്കി അമ്മ മാറ്റി എൻ്റെ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അമ്മയുടെ കാശുരൂപവും ഉപ്പുമൊക്കെ കൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോവുകയും ഒരുമാതിരി നല്ല ടഫ് എക്സാം ആയിരുന്നു. പരീക്ഷ പൂർത്തിയാവുകയും ചെയ്തു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ആ ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിച്ചു. പക്ഷേ ഗവൺമെൻറ് കാര്യമാണല്ലോ, ലിസ്റ്റിൽ വന്നാലും പിന്നെയും ഇൻ്റർവ്യൂ, പിന്നെ അപ്പോയിൻമെൻറ്റ്, അങ്ങനെ കുറേ കടമ്പകളുണ്ട്. ഇങ്ങനെ ഞാൻ താൽക്കാലികമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അത്ഭുതകരമായ കാര്യം കൂടി സംഭവിച്ചു. നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറയുന്ന ഇതിൽ, നാഷണൽ ആയുഷ് മിഷനിൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് ഒരു പരീക്ഷ ആപ്ലിക്കേഷൻ വിളിച്ചു. അപ്പം ഞാനത് അപ്ലൈ ചെയ്തെങ്കിലും കിട്ടില്ല, ഇനി പഠിക്കാൻ സമയമൊന്നുമില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മാതാവല്ലേടി നിൻ്റെ കൂടെ ഉള്ളത്, നീ വെറുതെ പോയി പരീക്ഷ എഴുതിയേച്ച് വാ, ഉടമ്പടി കാശുരൂപം കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതല്ലേ, അനുസരിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ട്രിവാൻഡ്രത്ത് ആ എക്സാം ഹാൾ സെൻറ്ററിൽ പോയി. ചെന്നപ്പോൾ പ്രത്യേകിച്ച് വായിക്കാനൊന്നുമില്ല, പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല. ഉടമ്പടി കാശുരൂപം എടുത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു, പരീക്ഷ എഴുതി ഞാൻ തിരിച്ചു വന്നു. ആ നാഷണൽ ആയുഷ് മിഷൻ്റെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വ്യക്തി ഞാനായിരുന്നു. അത് ഞാൻ ആ റിസൾട്ട് പോലും ഞാൻ നോക്കിയില്ല, മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ എന്താണ് ഗ്രേസ്, എന്താണ് നമ്മുടെ ക്വാളിറ്റി? ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. പൂർണ്ണമായിട്ട് ഞാനൊരു സീറോയും ദൈവം മാത്രം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാത്രമാണ് അവിടെ വർക്കൗട്ടായത്. അതിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ